ഈ മൊമെന്റം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ആദ്യം തിരിച്ചറിഞ്ഞ പൊളിറ്റിക്കൽ ബ്ലോക്ക് അത് ഇടതുപക്ഷമാണ്, ലെഫ്റ്റാണ്. അപ്പോഴെന്തായിരുന്നു ഇവർ കൊണ്ടുവന്ന നെഗറ്റീവ്? ഇത് ചൈനയുടെ സ്പോൺസർഷിപ്പ് എന്നാണ്. ഇത് ചൈനയുടെ സ്പോൺസർഷിപ്പ് എന്നാണ്. സഖാവ് MA ബേബി ചൈനീസ് എംബസിയിൽ പോയതുമായി ബന്ധപ്പെട്ട് പുതിയ നരേറ്റീവ് ഉണ്ടാക്കി. സഖാവ് രാജ പോയതുമായി ബന്ധപ്പെട്ട് നരേറ്റീവ് ഉണ്ടാക്കി. ഞങ്ങൾ പക്ഷേ അതിൽ ഭയപ്പെട്ട് പിന്നോട്ട് പോയില്ല. ഞങ്ങൾ അവിടെ തന്നെ നിന്നു. ശ്രീ റഹീം, രാവിലെ ഈ സമര സ്ഥലത്തേക്ക് ഇടതുപക്ഷ MP-മാർ ചെന്നിരുന്നു. ആ സമയത്ത് ഞാനൊരു ദൃശ്യം കണ്ടത്, പോലീസ് വാനിൽ മർദ്ദനമേറ്റ ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ പോലീസ് അവിടെ ആ വാഹനത്തിൽ അടച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഇടപെട്ട് പുറത്തിറക്കുന്നതും മറ്റുമൊക്കെ ആ ദൃശ്യത്തിൽ കണ്ടിരുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസ് വൈകുന്നേരമാകുമ്പോഴേക്ക് വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിശക്തമായ പ്രതിഷേധമുണ്ട് എന്ന് ഇവിടെ കേരളത്തിലിരുന്ന് നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭവങ്ങൾക്കാണ് നമ്മുടെ രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. താങ്കൾ പരാമർശിച്ച ആ വിഷ്വലിലെ സംഭവം നടന്നത് ഇന്നലെയാണ്. ഞാൻ അതിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതുകയാണ്. താങ്കൾ പരാമർശിച്ച വിഷ്വൽ പാർലമെൻറ്റിൻ്റെ തൊട്ടടുത്താണ്. പാർലമെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള റെയിൽവേ ഭവൻ, ആ റെയിൽവേ ഭവൻ്റെ തൊട്ട് മുമ്പിൽ, അതായത് പാർലമെൻറ്റിൻ്റെ കാണാൻ പാകത്തിലുള്ള അകലത്തിൽ ഇന്നലെ പ്രക്ഷോഭകാരികൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച പോലീസിൻ്റെ തേർവാഴ്ചയാണ്. ആ തേർവാഴ്ച നടന്നതിനു ശേഷം ഞങ്ങൾ കാണുന്നൊരു വാഹനം, ഒരു വലിയ വാഹനം. ആ വാഹനത്തിനകത്ത് കുറേ മനുഷ്യരിയ്ക്കുകയാണ്. ഞങ്ങളെ അവർ ഉച്ചത്തിൽ വിളിക്കുകയാണ്, ഞങ്ങളെ കണ്ട് തിരിച്ചറിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഓടിച്ചെല്ലുന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ചോര വാർന്നൊലിക്കുന്ന മനുഷ്യർ അതിനകത്തിരിക്കുകയാണ്. 20-ലധികം പേർ, കൂടുതലും സ്റ്റുഡൻസാണ്. പ്രായം ചെന്ന 1-2 പേരുമുണ്ട്. ഇവർ അതിനകത്തിരിക്കുന്നു. മുഴുവൻ പേരും ഇഞ്ചേർഡാണ്. ഈ ഇഞ്ചേർഡായ മനുഷ്യരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കുന്നു. ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റവരാണ്. ചിലരാണെങ്കിൽ നല്ല ബ്ലീഡിങ് തന്നെയുണ്ട്. ഞങ്ങൾ അവരെ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളെ കൂടി ഞങ്ങളകത്ത് കയറുന്നു. അപ്പോൾ തന്നെ ഉടനെ തന്നെ വാഹനം അവിടെ നിന്ന് പായിച്ച് കൊണ്ടുപോകാനുള്ള നീക്കമായിരുന്നു. ഞങ്ങൾ വലിയ പ്രശ്നമുണ്ടാക്കി. ഞാനും സഖാവ് ജോൺ ബ്രിട്ടാസും സഖാവ് V ശിവദാസനും ഒപ്പം അതിനെ വലിച്ചിറക്കിയവരെ പോലീസുമായിട്ട് വലിയ പ്രശ്നമുണ്ടാക്കി. അവരെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള സംവിധാനം ചെയ്തു. തൊട്ടു പിന്നാലെയാണ് 2 പേർ ഓടി വന്ന് പറയുകയാണ്, അത് അപ്പുറത്ത് സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനോട് ചേർന്ന് 2 പേരെ റോഡിൽ അടിച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഗുരുതരമായ പരിക്കേറ്റ് 2 മനുഷ്യർ റോഡിൽ കിടക്കുകയാണ്. പാർലമെൻറ്റ് തൊട്ട് മുമ്പിലാണ്. അതുവഴി പോലീസ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നുണ്ട്. ആരെയും എടുത്തുകൊണ്ട് പോകുന്നില്ല. അവിടെയാണ് ഞങ്ങൾ അവരെയും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഇത് ഇന്നലെ ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിൽ സമാനമായി നടന്ന ഒട്ടേറെ സംഭവങ്ങളുണ്ട്. എത്ര പേർ ഡീറ്റെയിൻ ചെയ്യപ്പെട്ടു, എത്ര പേർ ജയിലിലടയ്ക്കപ്പെട്ടു, എത്ര പേർ ഹോസ്പിറ്റലിലാണ്, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ വ്യക്തതയില്ല. അതാണ് വളരെ പ്രധാനപ്പെട്ട. പാർലമെന്റ് അംഗങ്ങൾ, അതിൽ തന്നെ പ്രതിപക്ഷ നേതാവിന്, ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് പരിക്കേറ്റിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി, വയനാട്ടിൽ നിന്നുള്ള MP, അവരെ ഉന്തിത്തള്ളി പോലീസ് ബസ്സിനകത്തേക്ക് കയറ്റിയത് നമ്മൾ കണ്ടതാണ്. മറ്റനേകം MP-മാർ പരിക്കേറ്റവരായിട്ടോ അല്ലെങ്കിൽ ഡീറ്റെയിൻ ചെയ്യപ്പെട്ടവരായിട്ടോ ഉണ്ട്. വിദ്യാർത്ഥികളുടെ കാര്യം വേറെ. എന്ത് കാര്യങ്ങൾക്കൊക്കെയാണ് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞാനിതാ പറഞ്ഞത്, നമ്മൾ രാജ്യത്ത് കണ്ട കാര്യങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്ന് മാത്രമല്ല, ലോകത്ത് സമീപകാലത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ ഇതുപോലൊരു ബ്രൂട്ടൽ അറ്റാക്ക് കണ്ടിട്ടുണ്ടോ? ഇന്നലെ എന്താ സംഭവിച്ചത്? ഞാനതാ പറഞ്ഞു വന്നത്. ഇന്നലെ വൈകുന്നേരം വരെ ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ ആയിരുന്നു. ഇവിടെ ഒരാൾക്കും വാട്സപ്പ് സന്ദേശങ്ങൾ പോലും കൈമാറാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ സംഭവിച്ചെന്താ? ഇവിടുത്തെ സോക്കോൾഡ് നാഷണൽ മീഡിയാസിന് പൂർണ്ണമായും തിരസ്കരിക്കപ്പെട്ടു. അതിൽ അഭിമാനത്തോടെ മലയാളികൾക്ക് ഓർത്തു വയ്ക്കാൻ കഴിയുന്ന ഒരു കാര്യം, കേരളത്തിലെ മാധ്യമങ്ങളാണ് ആദ്യം മുതൽ ഈ പ്രൊട്ടസ്റ്റിന് വേണ്ടത്ര പ്രാധാന്യം ഒരു പരിധിവരെയെങ്കിലും നൽകിയത്. ബാക്കി മുഴുവൻ പേരും ഒരു പ്രോ BJP അല്ലെങ്കിൽ പ്രോ യൂണിയൻ ഗവൺമെൻറ് നരേറ്റീവ് സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു. CJPയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിസ്റ്റുകളുമെല്ലാം തന്നെ പൂർണ്ണമായി മാധ്യമങ്ങളെ തിരസ്കരിക്കുന്ന നിലയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, മാധ്യമങ്ങളില്ല, വിഷ്വൽസ് പുറത്തു വരുന്നില്ല, ഇൻ്റർനെറ്റ് ബാനാണ്, സ്വതന്ത്രമായ ഒരു വിഷ്വൽസും പുറത്തു വരുന്നില്ല. വിഷ്വൽസ് വന്നു തുടങ്ങിയപ്പോഴാണ് ഇന്നലെ രാത്രി മുതലാണ്. ആ വിഷ്വൽസ് വന്നതിനു ശേഷമാണ് നമ്മുടെ രാജ്യം കൂടുതൽ ഇളകാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ അതിൻ്റെ കൂടി അനുരണനമാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതമായത് എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് JP നഡ്ഡ കേന്ദ്രമന്ത്രിക്ക് ഹോസ്പിറ്റൽ സന്ദർശിക്കേണ്ടി വന്നു. നിങ്ങൾ നേരത്തെ ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ഒരു സഹമന്ത്രിക്ക് PMOയിൽ പ്രതിനിധീകരിച്ച് നേരിട്ട് വന്ന സമരസ്ഥലത്ത് ലീഡർ ഓഫ് ഒപ്പോസിഷനോട് സംസാരിക്കാൻ നിർബന്ധിതമായിരിക്കുന്നു. കാര്യങ്ങൾ അസാധാരണമായ നിലയിലേക്ക് പോകുന്നു. എന്തുകൊണ്ടെന്നാൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ നിങ്ങൾ നോക്കൂ, ലോകം ഞെട്ടുന്നതാണ്. ലോകം ഞെട്ടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമാനമായി ലോകത്തിലെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇതിന് സമാനമായ ഒരു ബ്രൂട്ടാലിറ്റി ഉണ്ടോ? ഇന്ന് ജന്തർ മന്ദറിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞൊരു കാഴ്ചയുണ്ട്.
കീറിയ ഒരു വസ്ത്രവുമായി ഒരു പെൺകുട്ടി ഇരിക്കുകയാണ്. അവൾ ഇന്നലെ സമരസ്ഥലത്തിട്ടിരുന്ന വസ്ത്രം ഞങ്ങളെ കാണിക്കുകയാണ്. അത് വലിച്ചു കീറിയത് പുരുഷ പോലീസാണ്. ഇപ്പോഴും അവളോടെ ഇരിക്കുകയാണ്. ശരീരത്തിൽ മുഴുവൻ അടിയേറ്റ് ശിരസ് പൊട്ടി ഇരിക്കുന്ന മനുഷ്യരുണ്ട് അവിടെ. ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ് അവർ, ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ. അതുപോലെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, വെന്റിലേറ്ററിൽ കിടക്കുന്നവർ, ഇങ്ങനെയുള്ള എത്ര നിഷ്ഠൂരമായ ക്രമമാണ്. ലോകത്തിലെ വേറെ ഏതെങ്കിലും ഒരു രാജ്യം സ്വന്തം പൗരന്മാർ, അവിടുത്തെ ജൻസി, അവിടുത്തെ ചെറുപ്പം, അവർ പ്രക്ഷോഭത്തിനിറങ്ങുമ്പോൾ ഇങ്ങനെ ചെയ്യോ? എങ്ങനെയായിരുന്നു അവരുടെ പ്രക്ഷോഭം? വളരെ പ്രധാനമാണ് അഭിലാഷേ. എന്ത് സമര രീതിയായിരുന്നു അവർ ആവിഷ്കരിച്ചത്? അവർ നിരാഹാര സമരമായിരുന്നു. സോനം വാങ്ചുക് നിരാഹാരത്തിലായിരുന്നു. അതിനുശേഷം അഭിജിത്ത് നിരാഹാരത്തിലേക്ക് പോകുന്നു. ഇതിന് എസ്എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും ഐഷി ഘോഷും നിരാഹാര സമരത്തിലേക്ക് പോകുന്നു. ഐസയുടെ വിദ്യാർത്ഥി പ്രതിനിധികൾ നിരാഹാരത്തിലേക്ക് പോകുന്നു. നിങ്ങൾ നോക്കൂ, ഈ CJPയുമായി ബന്ധപ്പെട്ടവരും അതിനോടനുബന്ധമായി ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള വിദ്യാർത്ഥി മൂവ്മെന്റുകളും എല്ലാം സ്വീകരിച്ച സമരരീതി നിരാഹാരമായിരുന്നു. ആ നിരാഹാര സമരം നടത്തുമ്പോൾ ആ നിരാഹാര സമരത്തോട് ഗവൺമെന്റ് സമീപനം എന്തായിരുന്നു? സോനം വാങ്ചുക്കിനെ ഒരു തുണിയിൽ പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയി. അവിടെ ഈ പറയുന്ന ഏതെങ്കിലും ഒരാളോട് ചർച്ചയ്ക്ക് തയ്യാറായോ? ഇല്ലല്ലോ. അതിൻ്റെ തുടർച്ചയിലല്ലേ 20ലേക്ക് എത്തുമ്പോൾ ഒരു മാർച്ച് കോൾ ഫോർ ചെയ്യുന്നത്? ആ മാർച്ചിലേക്ക് ഒഴുകിയെത്തിയ മനുഷ്യരെവിടെ? ഞാൻ ഇന്ന് ജന്തർ മന്ദറിൽ കണ്ട കാഴ്ചയിലുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇതിനു വേണ്ടി വരികയാണ്. ഈ പ്രൊട്ടസ്റ്റിൽ പങ്കുചേരേണ്ടതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് എന്ന് കരുതി ഇവിടേക്ക് വന്നവരെ ഞാനിന്ന് കണ്ടു, സംസാരിച്ചു. അവരോട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന്, കൽക്കത്തയിൽ നിന്ന് വന്നവരെ കണ്ടു, ബീഹാറിൽ നിന്ന് വന്നവരെ കണ്ടു. വ്യത്യസ്ത കോണുകളിൽ നിന്ന് വരികയാണ്. ഞാൻ കണ്ട മറ്റു ചില കാഴ്ചയുണ്ട്. ഈ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട പുതിയ സമൂഹത്തിൽ നീ നിന്റെ കാര്യം മാത്രം നോക്കണമെന്ന് പറയുന്ന ഈ പുതിയ കാലത്ത് അച്ഛൻ മകളെയും കൂട്ടി വരുന്നത് ഞാൻ കണ്ടു. കുടുംബസമേതം വരെയാണ്, അമ്മയും അച്ഛനും മകളും ഒക്കെയായി ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒക്കെ. ഇനി ഇന്നത്തെ കാഴ്ച എന്താ? ഇന്നലെ നടന്ന നിഷ്ഠൂരമായ പീഡനം, ആ പീഡനത്തിൻ്റെ വിഷ്വലുകളെല്ലാം കണ്ടിട്ടും ഇന്ന് അവർ ഒഴിപ്പിച്ച ജന്തർ മന്ദർ വീഥി സമരക്കാർ കൈയടക്കി. നോക്കൂ, ഡൽഹി പോലീസ് നോക്കൂത്തിയായി നിൽക്കുകയാണ്. അവർ വരികയാണ്. അവർ ദേശീയ പതാകയും കയ്യിലേന്തി, കയ്യിൽ ഇന്ത്യൻ ഭരണഘടനയും പിടിച്ച്, ചിലരുടെ കയ്യിൽ ഭഗത് സിംഗിൻ്റെ, രാജ്ഗുരുവിൻ്റെ, സുഖദേവിൻ്റെ, ചന്ദ്രശേഖർ ആസാദിൻ്റെ എല്ലാം ചിത്രം, ചിലരുടെ കയ്യിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം, ഇതെല്ലാം പിടിച്ച് പുതിയ തലമുറ നിൽക്കുകയാണ്. ശരി, ഇന്ന് നല്ല മഴയായിരുന്നു ഡൽഹിയിൽ. ആ മഴയിൽ പോലും ഒരാൾ പിന്തിരിഞ്ഞു പോയില്ല. തല പൊട്ടിയിട്ട് ചോരയൊലിക്കുന്ന ശിരസുമായി അവിടെ നിൽക്കുന്ന ആ ചെറുപ്പത്തെ എങ്ങനെയാണ് ഈ കേന്ദ്ര സർക്കാർ ഇനിയുള്ള ദിവസങ്ങളിൽ നേരിടാൻ പോകുന്നത്? ശരി, അതാണ് ഒരു കാര്യം ഉറപ്പ്, പാർലമെന്റിനുള്ളിലും പാർലമെന്റിന് പുറത്തും ഞങ്ങൾ സമരമായി മാറും. അത് ഇടതുപക്ഷം ആദ്യമേ തന്നെ ഇത് പ്രഖ്യാപിച്ചതാണ്. ഞങ്ങൾ ആദ്യമേ തന്നെ മറ്റാർക്ക് വേണ്ടിയും കാത്തു നിന്നില്ല. ഈ മൊമെന്റം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ആദ്യം തിരിച്ചറിഞ്ഞ പൊളിറ്റിക്കൽ ബ്ലോക്ക് അത് ഇടതുപക്ഷമാണ്, ലെഫ്റ്റാണ്. അപ്പോഴെന്തായിരുന്നു ഇവർ കൊണ്ടുവന്ന നെഗറ്റീവ്? ഇത് ചൈനയുടെ സ്പോൺസർഷിപ്പ് എന്നാണ്. സഖാവ് MA ബേബി ചൈനീസ് എംബസിയിൽ പോയതുമായി ബന്ധപ്പെട്ട് പുതിയ നരേറ്റീവ് ഉണ്ടാക്കി. സഖാവ് രാജ പോയതുമായി ബന്ധപ്പെട്ട് നരേറ്റീവ് ഉണ്ടാക്കി. ഞങ്ങൾ പക്ഷേ അതിൽ ഭയപ്പെട്ട് പിന്നോട്ട് പോയില്ല. ഞങ്ങൾ അവിടെ തന്നെ നിന്നു. ഈ പൊളിറ്റിക്കൽ മൊമെന്റം ഇന്ത്യയിൽ ആദ്യമായി ഈ വേവ്, ഇത് യഥാർത്ഥത്തിൽ ഒരു ജനം ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ആദ്യമേ തന്നെ ശരിയായ പൊളിറ്റിക്കൽ നിലപാടെടുത്ത, രാഷ്ട്രീയ നിലപാടെടുത്ത പൊളിറ്റിക്കൽ ബ്ലോക്ക് ഇടതുപക്ഷമാണ്. അതിൽ നിർണായകമായ റോള് CPIM ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തും. ശരി, ഓക്കെ.